അപ്പോൾ ഐഫോൺ 17 ഇറങ്ങിയത് അറിഞ്ഞല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്, എന്തൊക്കെയാണ് 16-നും 17-നും തമ്മിലുള്ള സിമിലാരിറ്റീസ് എല്ലാം നമുക്ക് നോക്കാം. അതിന് മുന്നേ ആ തമ്മിലല്ലേ അത് 16 17-നൊന്നുമല്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഡിസൈൻ ഒരു മാറ്റില്ല, എക്സാക്ട്ലി സെയിം ആണ്. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 16-ന്റെ സക്സസർ ആയിട്ടാണല്ലോ 17 ലോഞ്ച് ആയത്. അതായത് അപ്പോൾ നമുക്ക് 16 ആയിട്ട് കമ്പയർ ചെയ്യാം. അതായിരിക്കും മോർ ആപ്റ്റ്. 17 ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നത് എടുത്തു പോലും വെക്കാൻ 17 ഉണ്ടാവില്ല. സോ നമുക്ക് 16-ന്റെ സക്സസർ ആയി 17 നോക്കാം. അങ്ങനെ കമ്പയർ ചെയ്യുന്നതാണ് ഒരു മാന്യത. ഓക്കെ, അപ്പോൾ സെയിം ഡിമെൻഷൻ 6.1 ഇഞ്ചാണ് 17 6.1 ഇഞ്ചാണ്. സെയിം ഡിസ്പ്ലേ, സെയിം റെസൊല്യൂഷൻ, സെയിം പീക്ക് ബ്രൈറ്റ്നസ്, സെയിം ബാറ്ററി, സെയിം ചാർജിങ് സ്പീഡ്, സെയിം USB-C, 8GB റാം, 8GB റാം, 2 ആപ്പിൾ ജെല്ലിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെയിം ക്യാമറ സെൻസർ, പിന്നെ എന്താ, ഇതൊക്കെ സെയിമാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യും പിന്നെ എന്താ മാറ്റിയത്. സോ ദർ ആർ സം അപ്ഡേറ്റ്സ്. അപ്പോൾ അത് നമ്മൾ നോക്കാം. ഫസ്റ്റ് നല്ല കാര്യം എന്ന് വെച്ചാൽ 128GB ബേസ് സ്റ്റോറേജ് മാറ്റി 256 ആണ്. ആൻഡ് ഇറ്റ് ഇസ് എ റിയലി ഗുഡ് തിങ്, എസ്പെഷ്യലി ഇൻ ആപ്പിൾ ഡിവൈസസ്. ബിക്കോസ് ഇപ്പോൾ iOS 26 ഇറങ്ങിയപ്പോൾ ആപ്പിൾ യൂസേഴ്സിനെ മനസ്സിലാക്കാൻ അപ്ഡേറ്റ്സ് വരുന്നതിന് 10GB 20GB ഒക്കെ. ഇതിന് മാത്രം ഒന്ന് തേങ്ങ വരുന്നതെന്ന് അറിയില്ല. ബട്ട് 128GB പറ്റില്ല അതൊന്നും. സോ അത് കണ്ടിട്ടാണ് എന്താ അറിയില്ല, they upgrade the storage to 256GB. പിന്നെ മാക്സേ പാറ്റേൺ കിട്ടുന്നുണ്ട്. 15 വാട്ട് വയർലെസ് ചാർജിംഗ് ആണ്. അത് 16-നും ഉണ്ട് 15 വാട്ട് വയർലെസ് ചാർജിംഗ്. ബട്ട് 16-ൽ മാക്സേ ഇല്ലായിരുന്നു. ഓക്കെ, സോ കഴിഞ്ഞ വർഷം 16 ഇറങ്ങിയപ്പോൾ ഈ ഇംഗ്ലീഷിലൊക്കെ തെറി വിളിച്ചാണ് ആപ്പിളിന് ഈ മാക്സിലേക്ക് ഒഴിവാക്കിയത്. ബിക്കോസ് അവർ ഇതുമായിട്ട് ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ട് കുറെ ആക്സസറീസ് ഉണ്ട്. സോ വയർലെസ് ചാർജിങ് അതൊക്കെ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയത് നല്ല തെരുവിലില്ല. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്. സോ പിന്നെയുള്ളതും ചിപ്പ് A19 മാറ്റി A19 ആക്കിയിട്ടുണ്ട്. അതിപ്പോ A19 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഐഫോൺ 17-ലുള്ള A19 അല്ല. ഐഫോൺ 17-ൽ തന്നെ A19-നെക്കാട്ടിലും ഒരു കോർ കുറവാണ്. ബട്ട് സ്റ്റിൽ റിയലി ഗുഡ് പവർ. പിന്നെയുള്ളത് ക്യാമറ, ഞാൻ പറഞ്ഞല്ലോ സെയിം ആണ്. പക്ഷെ അതിലൊരു മാറ്റമുണ്ട്. അതായത് സെൻസറൊക്കെ എക്സാക്ട്ലി സെയിം യൂസ് ചെയ്തിട്ട് 16-ൽ പോർട്രേറ്റ് എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ ഒരാളുടെ അടുത്ത് അത്രയും ക്ലോസ് ആയിട്ട് കൊണ്ടുപോയാൽ ഇതിന്റെ പോർട്രേറ്റ് ആക്ടിവേറ്റ് ആവും. അതും പോരാതെ പെറ്റ്സ്, ഒബ്ജക്ട്സ് അതിനൊന്നും പോർട്രേറ്റ് എടുക്കാനും പറ്റുന്നില്ല. അത് 17-ൽ സോൾവ് ആക്കിയിട്ട് ദാറ്റ് ഇസ് റിയലി ഗുഡ്. ഓക്കെ, സിംഗിൾ ക്യാമറ സെൻസർ ആണെങ്കിലും അത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് 16-ൽ കൊടുക്കണ്ടായിരുന്നു, അവർ കൊടുത്തിട്ടില്ല. 17-ൽ കൊടുത്തിട്ടുണ്ട്. ആശ്വാസം. സോ ഇത് വേറൊരു കാര്യം എന്താ വെച്ചാൽ 16-ലും 17-ലും സെയിം പോർട്രേറ്റ്സ് ആണ്. കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ അവർ 17-ൽ ഫീച്ചർ കൊടുത്തു. അതിനകത്ത് അവർക്ക് 16-ൽ ഫീച്ചർ കൊടുക്കായിരുന്നു, പക്ഷെ അവർ കൊടുത്തിട്ടില്ല. ക്ലാസിക്കാണ് അല്ലേ? പിന്നെ ഇപ്പം 17-ൽ വരുന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ സെറാമിക് ഷീറ്റ്. അതായത് സെറാമിക് ഷീൽഡ് 1.16 ഉള്ളത് ഇപ്പൊ സെറാമിക് ഷീൽഡ് അപ്ഗ്രേഡ് ആയി പുതിയ 17-ലൊക്കെയുള്ള സെയിം സെറാമിക് ഷീൽഡാണ് 17-ൽ വരുന്നത്. അതായത് ബെറ്റർ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്, അതുപോലെ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉണ്ട്, ആൻഡ് ബെറ്റർ ഡ്യൂറബിൾ ആണ്. റിയലി ഗുഡ് മോർ. അത് നന്നായി. പക്ഷേ ഇതെല്ലാം വളരെ ഇൻക്രിമെന്റൽ അപ്ഗ്രേഡ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പൊ പറയാ, കഴിഞ്ഞ വർഷം അല്ലെ ഈ വർഷമാണ് പുതിയ പുതിയ ഫീച്ചേഴ്സ് ഇവർ ലോഞ്ച് ചെയ്തത്. 4-5 കൊല്ലം മുന്നേ അതിന്റെ മുന്നേയുള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇത്. ഇതൊക്കെ ഇവർക്ക് കഴിഞ്ഞ വർഷം തന്നെ 16-ൽ കൊടുത്തിട്ട് അതൊരു നല്ല ഫോണൊക്കെ. പിന്നെ പിന്നെ കാര്യമായിട്ട് ഇൻക്രിമെന്റൽ ചേഞ്ച് വേറെ ഇല്ല. 16-ൽ ആപ്പിൾ ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 17-ലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഇതിന് പറയാനാണ് 16 256 ആയിരുന്നു. 16 128GB ആണ് 60,000 ഇറങ്ങിയാണ്. 17
ഐ തിങ്ക് 64-65,000 ബട്ട് 256 ആണ്. അങ്ങനെ നോക്കുമ്പോൾ 16-ന്റെ 256ഉം 17-ന്റെ 256ഉം തമ്മിൽ നോക്കുകയാണെങ്കിൽ 17-ന്റെ ആക്ച്വലി 16-നും പൈസ പോകാം. സോ ഇത് നല്ല ഫോണാണോ മോശം ഫോണാണോ നോക്കുന്നത് അത് അതൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ആ പ്രൈസിന് ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീരെയില്ല. ബിക്കോസ് ഒരു ഡൈനാമിക് ആയതുകൊണ്ട് പോയി അവർ കൊടുത്തിട്ടില്ല. 16-ന് നോച്ചായിരുന്നു, 17-ന് സെയിം നോച്ച്. അവർ 17-ന്റെ ആ സെൻറ്റർ സ്റ്റേജ് ക്യാമറയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഫോൺ എന്താ പറയുക, യൂസ് ചെയ്യാൻ പറ്റും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ ഉണ്ടാകും, അത്യാവശ്യം നല്ല വീഡിയോ പെർഫോമൻസ് കിട്ടും, നല്ല പവർഫുൾ ആണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഒരു 30,000 ഫോണിൽ നടന്നു പോകും ഇല്ലേ? പിന്നെ നമുക്കൊരു ആപ്പിൾ ഐഫോൺ എന്തായാലും വേണം. പക്ഷെ ബഡ്ജറ്റ് ഇല്ലാതാണെങ്കിൽ 16 ഉണ്ട്, 15 ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആപ്പിൾ ഇന്റലിജൻസ് ആണെങ്കിൽ 16 തന്നെ കിട്ടും. പിന്നെ 17-ലേക്ക് നിങ്ങൾ പോകും, അതൊരു വലിയ ക്വസ്റ്റ്യനാണ് അല്ലേ? പിന്നെ ഇപ്പൊ പറയാം പുതിയ ഫോണാണ് അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താ പറയുക, മണി നോട്ട് എ പ്രോബ്ലം. പക്ഷെ പാരൻസിനൊക്കെ മേടിച്ചു കൊടുക്കണം. പക്ഷെ അവർക്ക് അത്ര വലിയ ഫീച്ചേഴ്സ് ഇതൊന്നും വേണ്ട, ഭയങ്കര ബേസിക് ആയിട്ടുള്ള സാധനമാണെങ്കിൽ ഒരു 17 മേടിച്ചു കൊടുക്കാന്നുള്ളൂ. ഇഫ് യു റിയലി വാണ്ട് ഒരു ആപ്പിൾ എക്കോസിസ്റ്റത്തിനാണ് നിങ്ങൾ ഫാമിലി മൊത്തം ആപ്പിൾ എക്കോസിസ്റ്റം ആക്കണം എന്നൊക്കെ നിങ്ങൾക്ക് എത്തിച്ചെടുക്കാം. അല്ലാതെ 17 മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും അല്ല. 17 മേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പൊ അതിൽ 16 മേടിക്കാൻ പ്ലാൻ ചെയ്ത് ഇരിക്കേണ്ടായിരുന്നു. ആ രീതി 17 മേടിക്കാൻ ലിസ്റ്റ്. ബിക്കോസ് 16 ക്യാമറ ഞാൻ പോർട്രേറ്റ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് പ്രോബ്ലംസ് ആണ്. പിന്നെ സിംഗിൾ ക്യാമറ ഉള്ളത് സിനിമാറ്റിക് വീഡിയോ അതൊന്നും രണ്ട് ഫോണിലും കിട്ടില്ല. ഓക്കെ, സോ അതാണ് എൻ്റെ ടേക്ക്. ഡീസൻറ്റ് ബാഡ് പ്രൈസിങ്. സോ നിങ്ങൾ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആക്ച്വലി പുതിയ ചാനലാണ് തുടങ്ങിയിട്ട്. ഓക്കെ, അങ്ങനെ ടെക്കിനെ കുറിച്ചൊക്കെ ഒരു റിവ്യൂ സെറ്റപ്പ് അല്ല, ജസ്റ്റ് ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാം ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയും കണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.